രോഗശമനത്തിനുള്ള ചികിത്സാവശ്യാർത്ഥം പലരെയും ചെന്ന് അവരെല്ലാം കണ്ടിട്ടുണ്ട് മനസ്സിലായ ആളുകളെ. പക്ഷെ ജിന്നുകളെ അതിനും ഉപയോഗിച്ചില്ല. അത്തരം കാര്യങ്ങൾക്ക് പോലും ജിന്നുകൾ ഉപയോഗപ്പെടുത്തിയില്ല. ജിന്നിലും ഉണ്ടായിരുന്നു അന്ന് ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ അനുയായിയായി മാറിയ, മുസ്ലിമീങ്ങളായി മാറിയ, സ്വഹാബിമാരായി മാറിയ ജിന്നുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഖുർആൻ പരിചയപ്പെടുത്തിയതാണല്ലോ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് അത് ബോധ്യമായി അത് ഉൾക്കൊണ്ട് ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബി, ഞങ്ങൾ ഇതാ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു, അത് നേർമാർഗ്ഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. അതിനാൽ ആമന്നാ ബിഹി, ഞങ്ങൾ അത് വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബി റബ്ബിനാ അഹദാ, ഞങ്ങൾ റബ്ബിൽ ഒരാളെയും ഞങ്ങൾ പങ്കുചേർക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി മാറി സഹാബിമാരായി മാറിയ ജിന്നുകൾ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഘട്ടത്തിൽ പോലും ആ ജിന്നുകളോട് സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. അവരോട് ക്ലാസ് നടത്തിയിട്ടുണ്ട്, അവരെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരെ പ്രബോധനം ചെയ്തിട്ടുണ്ട്, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും പല കഴിവുകളും ഉണ്ടായിട്ടും മനുഷ്യരെക്കാളേറെ പല കഴിവുകളും റഹ്മാനായ റബ്ബ് അവർക്ക് നൽകിയിട്ടുണ്ട് എന്നറിയാമായിരുന്നിട്ടും ആ കഴിവുകളെ പോലും പ്രവാചകൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ വഴി ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മുജാഹിദായ ഒരാൾക്കും തന്നെ ഉണ്ടാവേണ്ടതില്ല, ഉണ്ടാകുന്ന പ്രശ്നവും ഇല്ല. പക്ഷേ ആ സ്വഹാബത്തും പ്രവാചകരും സ്വഹാബിമാർ പരസ്പരം സഹായം ആവശ്യപ്പെട്ടു. സ്വഹാബിമാർ മാത്രമല്ല, ആ നാട്ടിലെ മുസ്ലിമീങ്ങളായ ആളുകളോട് പോലും ജൂത ക്രൈസ്തവ വ്യത്യാസമില്ലാതെ മനുഷ്യരോട് മുഴുവനും നന്മയുടെ വശങ്ങളിൽ അവർ പരസ്പരം സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയെങ്കി അയൽവാസിയായ ജൂതന്റെ കയ്യിൽ പണയത്തിലാണ് എന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 2 തവണ ആവർത്തിച്ച് ഉദ്ധരിച്ചുവല്ലോ. എന്തുകൊണ്ട് ഇയ്യാക നഅ്ബുദു പ്രഖ്യാപിച്ച റബ്ബിനോട് തേടുവെന്ന്, റബ്ബിനെ ആരാധിക്കുവെന്ന്, അവനോട് പ്രാർത്ഥിക്കുവെന്ന് പ്രഖ്യാപിച്ച ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ച ആ റസൂലും സഹാബത്തും പിന്നെന്തിന് ഇത്തരം ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചെന്നു? ഇത്തരം ആവശ്യങ്ങൾക്ക് പരസ്പരം സഹായ സഹകരണങ്ങൾ അവരൊക്കെ നിർവഹിച്ചു. അത് ഇയ്യാക നഅ്ബുദുവില്ലെന്ന് ഒഴിവാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നില്ല. മറിച്ച് ഇയ്യാക നഅ്ബുദു വേറെ, ഈ ചോദ്യങ്ങൾ വേറെ എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മനുഷ്യനോട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. ഇബ്രാഹിം നബി എന്ന മനുഷ്യനോട്, ഇസ്മായിൽ നബി എന്ന മനുഷ്യനോട്, ലാത്ത എന്ന മനുഷ്യനോട്, ഉസ്സ എന്ന മനുഷ്യനോട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ ഒരു മനുഷ്യനോടും ആ നബി പ്രാർത്ഥിച്ചില്ല. ഒരു മനുഷ്യനോടും ആ നബി പ്രാർത്ഥനയുടെ ഭാഗമായി വരുന്ന സഹായാർത്ഥന നിർവഹിച്ചില്ല. എന്തുകൊണ്ട്? ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നുവെന്ന നബിയുടെ പ്രഖ്യാപനം. എന്നാൽ ജൂത ക്രൈസ്തവ മുസ്ലിമെന്നോ കാഫിറെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ആ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള മനുഷ്യരെ പല ആവശ്യങ്ങൾക്കായി പ്രവാചകർ സമീപിച്ചു, സ്വഹാബിമാർ സമീപിച്ചു. പലരുമായും സന്ധിയുണ്ടാക്കി, പലരുമായും ഇടപാടുകൾ നടത്തി, കച്ചവടങ്ങൾ ചെയ്തു, സാമ്പത്തികമായി കൈമാറ്റങ്ങൾ ചെയ്തു. എന്തുകൊണ്ട്? ഇത് ഇയ്യാക നസ്തഈനുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നതിനാൽ ഇയ്യാക നസ്തഈൻ വേറെ, ഇത് വേറെ. അല്ലാതെ ഇയ്യാക നസ്തഈനിൽ നിന്ന് ഇത് മാത്രം ഒഴിവാണ്, അതുകൊണ്ട് ഇവരോടാകാം അല്ലാത്തവരോടാകാൻ പാടില്ല എന്നല്ല പ്രവാചകൻ മനസ്സിലാക്കിയത്. എന്നാൽ ഈ പുതിയ വിവാദങ്ങൾ ബോധപൂർവം ചില ആളുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചപ്പോൾ ആ രംഗത്ത് കൂടി അവർ കൈവച്ചു എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. ബഹുമാന്യനായ MM അക്ബർ സാഹിബ് തയ്യാറാക്കിയ ഒരു പ്രഭാഷണത്തിന്റെ നോട്ട് KNM-ന്റെ പേരിൽ തന്നെ പുറത്തിറക്കിയത്, വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ പലരും വായിച്ചിരിക്കാം. നെഞ്ചോട് ചേർത്ത് വെക്കുക നമ്മുടെ തൗഹീദിനെ എന്നാണ് ആ ലഘുലേഖ ഹെഡിംഗ് എങ്കിലും യഥാർത്ഥത്തിൽ ആ ലഘുലേഖ തൗഹീദിനെ ചേർത്ത് വെക്കുകയല്ല, മറിച്ച് ഈ കാലമത്രയും എന്താണോ തൗഹീദായി മുജാഹിദുകൾ മനസ്സിലാക്കിയത്, ലോക മുസ്ലിമീങ്ങൾ മൊത്തം ഉൾക്കൊണ്ടത്, അഹ്ലുസുന്ന മൊത്തം സ്വീകരിച്ചു പോകുന്നത്, ആ തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലാണ് ആ ലഘുലേഖയുള്ളത്. അതിന്റെ 3-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നു, എന്താ എഴുതിയത്? അല്ലാഹു ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു.
അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, അള്ളാഹുവേ, നിന്നോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നത് എന്ന്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ സത്യം, അബ്ബേ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നു. ഇത് എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യനെ അതിൽ നിന്നൊഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ? അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യം ദൃശ്യലോകത്തുള്ള മനുഷ്യരോടും ചെയ്യാം. എന്നാൽ അദൃശ്യലോകത്തുള്ള ജീവികളായ ജിന്നിനോട് പാടില്ല, മലക്കിനോട് പാടില്ല, അവരെ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ജിന്നായാൽ ശിർക്ക്, ഇൻസായാൽ ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ദൃശ്യലോകത്തുള്ള മനുഷ്യനെ ഒഴിവാക്കി, എന്നാ ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ജിന്നിനോട് എന്ത് ചോദിച്ചാലും ഈ വിരുദ്ധം ശിർക്കായി മാറി. ദൃശ്യലോകത്തുള്ള മനുഷ്യരോട് ഈ ഇസ്തിആനത്ത് പറ്റുമെന്ന അദ്ദേഹം എഴുതി വെച്ചത്. അത് നേരത്തെ ഷാഫി സലാഹി പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ആ ലഘുരേഖയുടെയും ആ കൃതിയുടെയും 8ാമത്തെ പേജില് അതേ പ്രയോഗം കാണാം. ആ പദം അങ്ങനെ തന്നെ പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്നാൽ അക്ബർ സാഹിബിനെ രക്ഷപ്പെടുത്തുകയും വേണം, അക്ബർ സാഹിബിനെ രക്ഷിക്കുകയും വേണം. എന്നാൽ ഹംസ ബാഖവി എന്ന പണ്ഡിതന് അത് പറയാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചത് എന്താ? അദ്ദേഹം ആയത്തൊന്നും കൊടുത്തില്ല, വ്യക്തമായി ഇയ്യാക നസ്തഈൻ ഒഴിവാക്കിയെന്നും പറഞ്ഞില്ല. പക്ഷേ ആ ആശയം അദ്ദേഹം ഇതിൽ എഴുതി വെച്ചു. അതെന്താ? അദ്ദേഹം പറയാം, അതായത് മൻ മുതലായവ വ്യാപകാർത്ഥത്തിൽ ഉപയോഗിക്കും പോലെ നിഷേധാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മാ, ലാ, ലൻ, ലം മുതലായ ഹർഫുകളുടെ ശേഷം നിർണിതമല്ലാത്ത ആർക്കും എന്തിനും പറയാവുന്ന നാമം ഉപയോഗിക്കുന്നത് നിഷേധ വ്യാപ്തിക്കാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. ലാ എന്നും ലൻ എന്നും ഒക്കെ ഉപയോഗിച്ച് പിന്നെ പൊതുവായൊരു കാര്യം പറഞ്ഞാൽ വ്യാപകാർത്ഥത്തിൽ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ആദ്യം എഴുതി വെച്ചു. എന്നിട്ട് പറയാം, അതിൽ നിന്ന് പ്രമാണം കൊണ്ട് ഒഴിവായത് വല്ലതുമുണ്ടെങ്കിൽ അതൊഴിച്ചുള്ളതെല്ലാം അതിൽ ഉൾപ്പെടുന്നതും ഒഴിവായത് ഇല്ലെങ്കിൽ നിഷേധവാക്യം പറയാൻ പറ്റുന്നതെല്ലാം അതിൽ ഉൾപ്പെടുന്നതുമാണ്. ഉദാഹരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ സത്യമായ ഒരു ആരാധ്യനും ഇല്ല. അപ്പൊ ഇത് ലാ എന്നാ പറഞ്ഞത്. ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല. അപ്പൊ വ്യാപകാർത്ഥമായി ഇലാഹായി യാതൊന്നുമില്ല, എല്ലാത്തിനെയും ഒഴിവാക്കി എന്നർത്ഥം. അതേപോലെ ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല, ഇതും വ്യാപകാർത്ഥമാണ്. ലാ ഉശ്രികു ബിഹി അഹദ, ഒരാളെയും പങ്കു ചേർക്കയില്ല, അതും എല്ലാവരും പറ്റും. അതേപോലെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവിടെയും ലാ തദ്ഉ, അപ്പൊ എല്ലാവരും പറ്റും. ഇതുപോലുള്ള ഖുർആനിലെ നിഷേധവാക്യങ്ങൾ വ്യാപകാർത്ഥത്തിലാണ്, ശരിയാണ്. എന്നിട്ട് പറയാം, ഈ നിഷേധ വ്യാപ്തിയിൽ നിന്ന് ചിലരോ ചില വസ്തുക്കളോ ഒഴിവാകണമെങ്കിൽ അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിഷേധം വ്യാപകമായി തുടരും. അപ്പോൾ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരസ്പരം സഹായത്തിനും സഹകരണത്തിനും വിളിക്കുന്നത് പോലെ സഹായത്തിനുള്ള വിളി അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും പാടില്ല എന്ന് പറഞ്ഞതിൽ മനുഷ്യൻ ഉൾപ്പെടുകയില്ല. നേരെ ഇയ്യാക നസ്തഈൻ മനുഷ്യൻ പെടില്ല എന്ന് പറഞ്ഞില്ല. അത് പറയാൻ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല. എന്നാൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞതിൽ മനുഷ്യന് ഉൾപ്പെടൂല എന്ന് വരുത്തി തീർത്തു. അല്ലാത്ത ഉൾപ്പെടും. അപ്പൊ അല്ലാത്ത ഏതിനോടായാലും ശിർക്ക്. അപ്പൊ സ്വാഭാവികമായി ചോദ്യം വന്നേക്കാം എന്ന് മുന്നിൽ കണ്ടിട്ട് ഒരു പുതിയ വ്യാഖ്യാനം കൂടി അദ്ദേഹം ആദ്യമേ എടുത്തു വെച്ചു. കാരണം എന്താ? മനുഷ്യൻ ഒഴിവാണ്,
എങ്കിൽ പിന്നെ മനുഷ്യനല്ലാത്ത മറ്റു പല ജീവികളെയും പലതിനും മനുഷ്യൻ പരസ്പരം സഹായത്തിനായി ഉപയോഗിക്കുന്നുവല്ലോ, എങ്കിൽ അതും ശിർക്കാവില്ലേ എന്ന ചോദ്യം വരുമെന്നതുകൊണ്ട് അദ്ദേഹം ആദ്യം എഴുതി വെച്ചു 6-ാമത്തെ പേജില്, മനുഷ്യൻ തന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ കഴിവുകൾക്കും അവ കൊണ്ട് കണ്ടുപിടിച്ചതോ അതുകൊണ്ട് കീഴ്പ്പെടുത്തിയതോ ആയ വസ്തുക്കളുടെയും ജീവികളുടെയും കഴിവുകൾക്ക് ഉപരിയായി അല്ലാഹു അല്ലാത്ത ഏത് ശക്തിയോട് ഗുണം ലഭിക്കുവാനോ ഉപദ്രവം തടുക്കുവാനോ ഉള്ള ചോദ്യവും അപേക്ഷയും അവരോടുള്ള പ്രാർത്ഥനയാണ്. അത് അങ്ങേയറ്റം താഴ്മയുമാണ്. ആ പ്രാർത്ഥന ആവാതിരിക്കാൻ എന്താ വേണ്ടത്? ഒന്ന് പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട ജീവിയാണോ എങ്കിൽ അതിനോടുള്ളത് പ്രാർത്ഥനയല്ല. ഇനി പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാവണമെന്നില്ല, പിന്നെ എല്ലാ കഴിവുകളും കൊണ്ട് കണ്ടുപിടിച്ചതോ അതുകൊണ്ട് കീഴ്പ്പെടുത്തിയതോ ആയ വസ്തുക്കളെയും പഞ്ചേന്ദ്രിയം കൊണ്ട് കീഴ്പ്പെടുത്തിയാല് പിന്നെ ഇബാദത്താവൂല. അഥവാ അദ്ദേഹത്തിന് ഈ വാചകപ്രകാരം ഒരു ജിന്നിനെ ഒരു സാഹിർ കീഴ്പ്പെടുത്തി ഓനെ സ്വന്തം ആളാക്കി മാറ്റിയാല് പിന്നെ പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞ അവിടെയും പ്രശ്നമാണ്, അതും പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്. ഇതുപ്രകാരം പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടുപിടിക്കാൻ നോക്കുന്നതോ അത്തരം കഴിവ് കൊണ്ട് കീഴ്പ്പെടുത്തിയതോ ആയ ഏത് ജീവിയോടും സഹായം ചോദിച്ചാൽ പ്രശ്നമില്ല. അല്ലാത്തതൊക്കെ പ്രാർത്ഥനയാണ്, ആരാധനയാണ്, ശിർക്കാണ്. യഥാർത്ഥത്തിൽ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എത്ര കാലമായി നമ്മുടെ നാടുകളിൽ സമസ്തക്കാർക്കെതിരെ ആ ആയത്ത് ഓതിക്കൊണ്ട് നാം ഇത് പറഞ്ഞപ്പോൾ കോഴിക്കോട് ഖാദിയുടെ ഖുർആൻ പരിഭാഷ എടുത്തിട്ടാണ് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാറുള്ളത്. കോഴിക്കോട് ഖാദി എന്താ പറഞ്ഞത്? ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് കോഴിക്കോട് ഖാദിയുടെ അടിക്കുറിപ്പ് എന്താ? ഇവിടെ സഹായം തേടുക എന്നാൽ പ്രാർത്ഥനയാണ് ഉദ്ദേശം. സഹായം തേടുക എന്നാൽ പ്രാർത്ഥനയാണ് ഉദ്ദേശം. അപ്പോൾ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. പിന്നെങ്ങനെ അതിൽ നിന്ന് മനുഷ്യൻ ഒഴിവാകാം? എന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാകാം? മനുഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് റബ്ബിനോട് മാത്രം, ഒരു മനുഷ്യനോടും പറ്റില്ല. അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ആരായാലും പറ്റില്ല. 1.5 കൊല്ലം മുമ്പ് 2012 മാർച്ചിൽ അബ്ദുൽ ഖാദിർ കരുവമ്പോയില് ഇതേ ആശയം എഴുതി. അദ്ദേഹം പറയാണ്, ഫാത്തിഹ സൂറയെ പറ്റി പരാമർശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ പ്രഥമാധ്യായമാണല്ലോ സൂറത്തുൽ ഫാത്തിഹ, അതിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലെ സഹായ തേട്ടം പ്രാർത്ഥനയാണ്. ഇയ്യാക നസ്തഈൻ എന്നതിലെ സഹായ തേട്ടം പ്രാർത്ഥനയാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് മേലുവാക്യത്തിന്റെ അർത്ഥം. ഇവിടെ അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരുടെ കഴിവുകൾ മാത്രമാണ് ഒഴിവാകുന്നത് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയുകയില്ല. ആര്? അബ്ദുൽ ഖാദിർ കരുവമ്പോയില്. എന്ന് 1.5 കൊല്ലം മുമ്പ് 2012 മാർച്ചിന് അബ്ദുൽ ഖാദിർ കരുവമ്പോയിൽ എഴുതാണ്, ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നുവെന്നാണ്. അതിൽ നിന്ന് മനുഷ്യൻ മാത്രം ഒഴിവാകുമെന്ന് മതമറിയുന്ന ഒരാളും പറയില്ല. എം അക്ബർ സാഹിബ് എഴുതുക, മനുഷ്യൻ മാത്രം ഒഴിവായിട്ടുണ്ട്, ജിന്ന് ഒഴിവായിട്ടില്ല. ഇപ്പോൾ ഈ ലഘുലേഖനം പറയുന്നു മനുഷ്യൻ ഇതിൽ ഉൾപ്പെടുകയില്ല. കരുവമ്പോയിൽ എഴുതുന്നു മതം അറിയുന്നവർ അങ്ങനെ പറയില്ല. ഇപ്പൊ ഇവര് 3 ആളും ഒരേ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇവര് 3 ആളും ഒന്നിച്ച് ഇത് പറയുന്നവന് മതം അറിയില്ല എന്ന് പറഞ്ഞവനും അത് പറഞ്ഞവനും 2 കൂട്ടരും ഒന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ. അതിന്റെ രഹസ്യം എന്താ എന്നാ എനിക്ക് പിടുത്തം കിട്ടാത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് റബ്ബിനോട് തേടാവൂ എന്ന് പറഞ്ഞാൽ ഇയ്യാക നസ്തഈൻ, ആ ഇസ്തിആനത്ത് ഏതാ? പ്രാർത്ഥന അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടം, അഭൗതിക മാർഗത്തിലെ തേട്ടം, മറഞ്ഞ വഴിയിലെ തേട്ടം. കാരണം മറഞ്ഞ വഴിയിൽ സഹായിക്കാനും ദോഷം വരുത്തുവാനും റബ്ബിന് മാത്രമേ കഴിയൂ. അഭൗതിക മാർഗത്തിന് ഗുണം ചെയ്യുവാനും ദോഷം വരുത്തുവാനും റബ്ബിന് മാത്രമേ കഴിയൂ. ഒരു പടപ്പിനും കഴിയില്ല. നാളിതുവരെയും നമ്മൾ ഈ നാട് മുഴുവനും
100 കൊല്ലക്കാലം ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഈ സമുദായത്തെ പഠിപ്പിച്ച ആശയം അതാണല്ലോ. അഭൗതിക മാർഗത്തിൽ ഗുണം ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയൂ, ദോഷം വരുത്താൻ റബ്ബിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണദോഷങ്ങൾ വരുത്താൻ റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ. അല്ലാത്തവന് കഴിയുമെന്ന് ആര് എപ്പോൾ വിശ്വസിക്കുന്നുവോ അവിടെ ശിർക്ക് വന്നു എന്നാണ്. അമാനി മൗലവിയുടെ കൂടെ ഖുർആൻ പരിഭാഷയിൽ സഹായിയായി ഉണ്ടായ PK മൂസ മൗലവി പച്ചയായി എഴുതി, റബ്ബല്ലാത്ത ആർക്കെങ്കിലും അഭൗതികമായി വല്ല ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് വല്ലവരും വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. രണ്ടാണ് സെയ്ദ് മൗലവി തൗഹീദും ശിർക്കുമെന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതി, മടഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാനും ദോഷം വരുത്താനും റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂവെന്ന് ഖുർആൻ ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട് എന്ന്. കുഞ്ഞീദ് മദനി ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലും ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലും ആവർത്തിച്ചെഴുതി, അഭൗതിക മാർഗത്തിന് ഗുണം ചെയ്യാൻ ദോഷം വരുത്താൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ, അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്ന് ഉമർ മൗലവി എഴുതി ഫാത്തിഹ തിരുത്തി എന്ന പുസ്തകത്തിൽ. AP അബ്ദുൽ ഖാദിർ മൗലവി ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ വാള്യം 9-ാമത്തെ പേജിൽ എഴുതി, അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രം. ജിന്നിന്റെ കഴിവിനെ പറ്റി പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ അഭൗതികതയുടെ പ്രശ്നമേ ഇല്ല എന്ന്. എത്ര സ്ഥലത്ത് പച്ചയായി വളരെ വ്യക്തമായി എത്ര സ്ഥലങ്ങളിൽ ആവർത്തിച്ച് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തു. ലോകത്തൊരു നബിക്കും ഒരു വലിയനും ഒരു മലക്കിനും ഒരു ജിന്നിനും ഒരു പടപ്പിനും ഇല്ല അഭൗതികമായ കഴിവുകൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ. എന്നാൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പണ്ടേ പറഞ്ഞു, ജിന്നിനും മലക്കിനും അതേപോലെ മഹാന്മാർക്കുമെല്ലാം അഭൗതികമായ കഴിവുണ്ട്, അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ തങ്ങൾ ആദർശമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തു. അന്ന് അവസാനം ആ ആദർശം ഏറ്റെടുത്തു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. പിന്നീട് അബ്ദുസ്സലാം സുല്ലമി അതേ വഴി ഏറ്റെടുത്ത് ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞു, പക്ഷേ സഹായിക്കാൻ കഴിയില്ല, ഉപദ്രവിക്കാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനേ പറ്റില്ല എന്ന് അദ്ദേഹം എഴുതി. ജിന്നും മലക്കൊക്കെ അഭൗതികമാണ്, അതുകൊണ്ട് ജിന്നുകളോ മലക്കുകളോ മനുഷ്യന്മാരെ സഹായിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് എഴുതി. എന്തുകൊണ്ട്? അഭൗതിക സഹായം റബ്ബേ ചെയ്യൂ. ജിന്നും മലക്കും അഭൗതികം, അതുകൊണ്ട് അവർ സഹായിക്കുന്നു വിശ്വസിച്ചാൽ അഭൗതിക സഹായമായി. അഭൗതിക സഹായമോ റബ്ബ് മാത്രമേ ചെയ്യുകയുള്ളൂ, അത് ജിന്ന് ചെയ്യുമെന്നോ മലക്ക് ചെയ്യുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമിയും എഴുതി. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ സുല്ലമി സിഹ്ർ ചെയ്യുന്ന സാഹിറിനെ പിശാച് സഹായിക്കുന്നുവല്ലോ. സിഹ്ർ ചെയ്യുന്ന സാഹിറിനെ പിശാച് സഹായിക്കുന്നു, പല വിവരങ്ങളും അവന് കൊണ്ടുവന്ന് നൽകുന്നു. പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ, കട്ടുകേട്ടിട്ട് ആ കേൾവിയുടെ കൂടെ 100 കളവും കൂടെ കൂട്ടിച്ചേർത്ത് ജോത്സ്യന്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കും ജിന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ. എങ്കിൽ ആ സഹായം എങ്ങനെ വിശ്വസിക്കും? ആ സഹായം എങ്ങനെ വിശ്വസിക്കും? ആ സിഹ്ർ ചെയ്യുന്ന സാഹിർ ആർക്കെതിരെയാണോ സിഹ്ർ ചെയ്യുന്നത് അവൻ ഉപദ്രവം ഏൽക്കുന്നുവല്ലോ, അതെങ്ങനെ വിശ്വസിക്കും? അപ്പോഴേ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത്, അത് വിശ്വസിക്കാൻ പറ്റില്ല, സിഹ്റിന് യാഥാർത്ഥ്യമില്ല. സിഹിറിലൂടെ ഒന്നും സംഭവിക്കുന്നില്ല, സഹായം ചെയ്യുന്നില്ല, ഉപദ്രവം ചെയ്യുന്നില്ല, സിഹിറിന് യാഥാർത്ഥ്യമില്ല, കേവലം ഭാവന മാത്രമാണ് എന്ന് അബ്ദുസ്സലാം സുല്ലമി അന്ന് പ്രസംഗിച്ചു. അപ്പൊ ചോദിച്ചു, ഹദീസ് ഉണ്ടല്ലോ ബുഖാരിയിൽ, മുസ്ലിമിൽ, അബൂദാവൂദിൽ, തിർമിദിയിൽ, നസായിൽ, ഇബ്നു മാജയിൽ, മറ്റനേകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ എല്ലാം ഉണ്ടല്ലോ ധാരാളം ഹദീസുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല, ആ ഹദീസ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം തൗഹീദിനെതിരാണ്, ഖുർആനെതിരാണ്, അതിനാൽ സ്വീകാര്യമല്ല. അങ്ങനെയാണ് സ്വഹീഹ് ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ ദഈഫാക്കി എന്ന് അബ്ദുസ്സലാം സുല്ലമിക്ക് പറയേണ്ടി വന്നത്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലർ മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അഭിപ്രായം നോക്കി ഇതന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്, നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടർ ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ലൈഫായ ഹദീസായിട്ട് മുജാഹിദ് മാറ്റം വന്നിട്ടില്ല.
ബുഖാരി 60 കാര്യങ്ങളിലായിരുന്നു ബുഖാരികൾ മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം നടന്നു വന്ന പ്രവർത്തനത്തിനോ വിശ്വാസവും മാറ്റമില്ല. നമ്മളന്ന് സലാം സുല്ലമിക്കും അമ്പലക്കടവിനും നെല്ലിക്കുത്തിനും എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അന്ന് മറുപടി എഴുതി വിചിന്തനത്തിന് 2007 ഫെബ്രുവരി മാർച്ച് ലക്കങ്ങളിലായി. 2007 ഫെബ്രുവരി 16 വിചിന്തനം വാരികയിൽ അബ്ദുൽ ഖാദിർ കരുവമ്പോൾ എഴുതി, ജിന്നുകളെയും മലക്കുകളെയും കഴിവുകളെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചു മാത്രമാണ്. അതിനാൽ അവയെ കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അവയെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല എന്ന് 2007 ജിന്നും മലക്കും അഭൗതികമാണെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. 2007 ഫെബ്രുവരി 16. 2013 ഫെബ്രുവരി മാസമായപ്പോൾ അതേ വിചിന്തനത്തിന് KC മുഹമ്മദ് മൗലവി എഴുതി, ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ഇവിടെ എഴുതി, ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ഇവിടെ എഴുതി, ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്തോ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില കളികളാണ് എന്ന് മനസ്സിലായപ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ വാദവുമായി മുന്നോട്ട് പോയപ്പോൾ ധാരാളം ചോദ്യങ്ങളെ തീർച്ചയായും നേരിടേണ്ടി വന്നു. ആ ചോദ്യങ്ങളെല്ലാം വന്നപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം പറയാൻ കഴിയാതെ പുതിയ പുതിയ വാദങ്ങളുമായി രംഗത്ത് വരുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടത്. എവിടെ എത്തി ചോദിച്ചാൽ അവസാനം പറഞ്ഞു, ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കും എന്നിടത്തുവരെ പറഞ്ഞെത്തി. ഞാനിത് പറയേണ്ടി വന്നു. ജിന്നും മലക്ക് അഭൗതികാണ്, അതുപോലെ കഴിവ് അഭൗതികാണ്, ജിന്നിന്റെ സഹായം അഭൗതികമാണ് എന്ന് വരെ എഴുതി വെച്ചിട്ട് പിന്നീട് നമ്മുടെ ചാരനായ നാസർ സുല്ലമി അയാൾ പുളിക്കരി വെച്ച് പച്ചയായി പറഞ്ഞു, ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമെന്ന്. എന്തായി കേൾക്കുന്നത്? ദുആ കേൾക്കുന്നു. നമ്മൾ ഈ കാര്യം വരെ പറഞ്ഞത് റബ്ബ് മാത്രമേ ദുആ കേൾക്കൂ, അല്ലാഹു മാത്രമേ ദുആക്ക് ഉത്തരം ചെയ്യൂ എന്നല്ലേ നമ്മൾ പഠിപ്പിച്ചത്? നമ്മളെന്തെങ്കിലുമെല്ലാം പ്രാർത്ഥന കേൾക്കുമെന്ന് ഖുറാഫികൾ പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യം വരെ ആയത്തോതി കൊടുത്തു, നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ ദുആ കേൾക്കൂല. ഇപ്പതാ വടവൂരിയായ നാസർ സുല്ലമി KNM പേരിൽ സംഘടിപ്പിച്ച വേദിയിൽ കയറി പറയുന്നു, ജിന്നും മലക്കും ദുആ കേൾക്കും. തെളിവെന്താ? തെളിവ് ദുആ കേൾക്കും. തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കേട്ടാൽ തന്നെ അപ്പൊ കേൾക്കുന്നു വന്നില്ലേ? ഇതാ പണ്ട് മൂലേമാര് പറഞ്ഞത്. കോട്ടക്ക സംഭവത്തിന് ഫൈസൽ ഹസനി പറഞ്ഞു, മൗലവിമാരെ അല്ലാഹു ഉടനെ പറഞ്ഞല്ലോ വലൗ സമിഉ കേട്ടാൽ തന്നെ, അഥവാ കേൾക്കുന്നു മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ നാസർ സുല്ലമി പറഞ്ഞത്. വലൗ സമിഉ കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ കേൾക്കുന്നു മനസ്സിലായല്ലോ. അത് എപ്പോഴാ പറഞ്ഞത്? എന്റെ ഒരു ക്ലിപ്പിട്ട് അയാൾ പ്രസംഗിച്ചു. സൂപ്പർ ബസാറിലുള്ള എന്തൊരു ക്ലിപ്പ്, ആ ക്ലിപ്പിട്ടു. എന്താ ക്ലിപ്പിലുള്ളത്? ജിന്നാവട്ടെ, മലക്കാവട്ടെ, ശൈത്താനാവട്ടെ, മാതാമൃതാന്റെ മയ്യാവട്ടെ, ആരാണെങ്കിലും ശരി, അവരോടൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കാൻ അവർക്കൊന്നുമാവില്ല. എന്നാൽ പ്രാർത്ഥനയുടെ ബാഹ്യമായ പദങ്ങളും ബാഹ്യമായ ചോദ്യങ്ങളും ഒക്കെ അവർ കേൾക്കുന്നു, ഒരു പക്ഷെ പ്രതികരിക്കുകയും ചെയ്തേക്കാം. ആ പ്രതികരണവും ആ കേൾവിയും ദുആ കേൾക്കലോ ദുആക്ക് ഉത്തരം ചെയ്യലോ അല്ല എന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചു. അത് ക്ലിപ്പാക്കിയിട്ട് കണ്ടോ, ദുആ കേൾക്കൂല എന്നാ പറയണത്. ദുആ കേൾക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ദുആ കേൾക്കും ജിന്നും മലക്കും എന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ പരിഹസിച്ചു. അപ്പോൾ സദസ്സിൽ ഒരാൾ ചോദിച്ചു, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് ബാഹ്യമായ വിളി കേൾക്കും, ശബ്ദം കേൾക്കും, എന്നാൽ പ്രാർത്ഥന കൽബിൽ നിന്നാണ്, അത് റബ്ബിനെ കേൾക്കാനും അറിയാനും കഴിയൂ എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ പരിഹസിച്ചു അതിന്. എങ്കിൽ നിങ്ങളെ വിശ്വാസപ്രകാരം അല്ലാഹു അല്ലാതെ ദുആ കേൾക്കുമെന്നാണോ? അവ പറഞ്ഞു കേൾക്കും. ആ ചോദ്യവും ആ മറുപടിയും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലേന്ദ്രൻ. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ അവസരം തരികയാണെങ്കിൽ
ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലൈമിയോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീദിന്റെ വിഷയം. റക്കീബ് അത്തീദിന്റെ വിഷയം നാസർ സുലൈമിയും പറഞ്ഞു, കായക്കൊടിയും പറഞ്ഞു. അതില് റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താല് ആ ദുആ റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലെ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കുമെങ്കിൽ കേൾക്കുന്നു നാസർ സുലൈമി ഉത്തരം പറയാം, കേൾക്കൂലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സുലൈമി ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും, പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. നാസർ സുലൈമിയോടാണ് എനിക്ക് കാക്കടി തന്നെ ഉത്തരം പറയേണ്ടിയിരുന്നത്. ഏതായാലും പോട്ടെ, പിന്നെ ദുആ കേൾക്കും എന്നാണ് കാക്കടി പറഞ്ഞെന്നുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാന്യനായ കായക്കൊടിക്ക് ഓതാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ കായക്കൊടി മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്ന് വിശദീകരിക്കും. ആയത്തല്ലേ നേരത്തെ ഓതിയത്. എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. ആ ശരി, പ്രസിഡീയത്തിന്റെ അനുവാദപ്രകാരം നിങ്ങൾക്ക് ഒരവസരം കൂടി. ഞാൻ ചോദിച്ചത് മലക്കെ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്താൽ, അത് ഏത് രീതിയിലായിക്കോട്ടെ, മലക്കിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് ഞാൻ ചോദിച്ചു. കേൾക്കോ കേൾക്കൂല ചോദിച്ചു. അപ്പം പറഞ്ഞത് രണ്ടാളും അതിന് പറഞ്ഞത് കേൾക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഫൈസൽ മുസ്ലിയാര് ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ചോദിച്ചതും അതല്ല. അങ്ങനെ മലക്കുകള് പോട്ടെ, അള്ളാന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് ദുആ കേൾക്കും എന്നതിന് ഖുർആന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഉദ്ധരിക്കാം. അല്ലാതെ ഫൈസൽ മുസ്ലിം മലക്കുകൾ ദുആ കേൾക്കുകയില്ല, അതേപോലെ ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ തെളിവ് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ തെളിവില്ല? ഉള്ള തെളിവുകൾ കേൾക്കുമെന്നതിന് തന്നെയാണ്. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്, അതാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല, അവരോടുള്ള സഹായതത്വം അവർ കേൾക്കുന്നത് തന്നെ ദുആ ആവുകയില്ല എന്നതിനെന്താ തെളിവ്? അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദഉഹും ലാ യസ്മഉ ദുആക്കും. റഖീബ് അതീദെന്ന് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഇത് ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബ് അതീദെന്ന് വിളിച്ചാൽ കേൾക്കൂല. മിൻ ഖൗലിൻ ലാ റഖീബുൻ അതീദ് വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. അപ്പൊ അത് പ്രകാരം ചില സമയത്തെങ്കിലും ദുആ കേൾക്കും എന്നാണോ അർത്ഥം? ദുആ കേൾക്കുന്നോ? ഇല്ല, അതില്ല. അത് ഏറ്റവും വലിയ അപകടമാണ്. ദുആ കേൾക്കൂല. മൗലവി, ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഇത് ദുആ ഞാൻ വിശ്വസിക്കുന്നു, ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഒരു പഠിപ്പിനും കഴിയില്ല. മലക്കുകൾ കേൾക്കാൻ കഴിയും? ഇല്ല. അതായത് ഇപ്പൊ മൗലവി പറഞ്ഞ പ്രകാരം കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾക്കാണ്, മരങ്ങൾക്കാണ്, അത് ജിന്നിനും മനുഷ്യനുമല്ല. ഞാൻ പറയുന്നു കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് ഏത് മഖ്ലൂക്കിനും ബാധകമാണ്. കാരണം ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് കഴിയില്ല. അതാണ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവിടെ ഹും എന്നാണ് പറഞ്ഞത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു. ഉത്തരം ചെയ്യാത്തവരെ ദുആ ചെയ്യുന്നവരെക്കാളും വഴിപഴിച്ചവൻ ആര്? അവിടെ മന്നാണ്. ആ ബുദ്ധിയുള്ളവരെ പറ്റിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. ആ ആളെ പറ്റി എന്ത് പറഞ്ഞു? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആ മന്ന് അത് ഇൻസാവാം, ജിന്നാവാം, മലക്കാവാം, അമ്പിയാക്കളാവാം, അല്ലാത്തവരാവാം, അവരൊക്കെ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവന്റെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. നേരത്തെ മൗലിയാളോ ആയത്തോതിയത്. ഈ ആയത്തിന്റെ നസ്സു പ്രകാരം ലോകത്ത് റബ്ബല്ലാത്ത ഒരാളും ദുആ കേൾക്കൂല.
അവരൊക്കെ ഓഫിലിങ്ങളാണ്, അശ്രദ്ധരാണ്. ഈസാ നബിയെ കോടാനക്കോടി ക്രിസ്ത്യാനികൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ഈസാ നബി പറയുന്നത് എന്താ? പരലോകത്ത് ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ്, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത ശേഷം നീയാണ് റബ്ബേ എല്ലാം നിരീക്ഷിക്കുന്നവൻ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ വിളിച്ചത് ഈസാ നബി കേട്ടിട്ടേ ഇല്ല. ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തുണ്ട്. എന്നിട്ടും ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ദുആ ഈസാ നബി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ദുആ കേൾക്കാൻ റബ്ബിനല്ലാത്ത ഒരു ശക്തിക്കും കഴിയില്ല. അത് കല്ലിനും കഴിയൂല, മനുഷ്യനും കഴിയൂല, ജിന്നിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയൂല, ആർക്കും കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും മൊഹീദ്ദീൻ ഷെയ്ഖും ജിന്നും ഒരുപോലെ തുലനപ്പെടുത്താൻ നിവൃത്തിയില്ല. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് കാണുമെന്നും കേൾക്കുമെന്നും വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. ജിന്നും മലക്കും കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ, ഒരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് സങ്കല്പിച്ചാൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും ബാധകമാണ്. അതേപോലെ ഏതു പടപ്പും ദുആ കേൾക്കാൻ ഉത്തരം ചെയ്യാനോ സാധിക്കുന്നവർ അല്ല എന്ന കാര്യത്തിലും സംശയിക്കാനില്ല. എന്നാൽ ഒരു വിളി ശിർക്കാകുന്നത് ഈ പറഞ്ഞ മാനദണ്ഡം അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും എന്ന മാനദണ്ഡ പ്രകാരമാണ് ഒരു വിളി ശിർക്കാകുന്നതും ശിർക്കാകാതിരിക്കുന്നതും. രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് സൂചിപ്പിച്ചത്. കണ്ടോ, പച്ചയായി പറഞ്ഞു റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, ജിന്നുകൾ ദുആ കേൾക്കും. ഇത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ കൂടെയുള്ള ജിന്നുവാദികൾ പോലും അമ്പരന്ന് പോയി. എന്താ ഈ പറയുന്നത്? ദുആ കേൾക്കുന്നു. ഇനി എന്താ ആയത്തിന് എങ്ങനെ മൂലമാക്കിയതിനെ ഓതുക എന്ന് അവരാലോചിച്ചു. നമുക്ക് വിചാരില്ല. അല്ലാഹു അല്ലാത്ത ആരോട് ദുആ ചെയ്താലും ശരി, അവർ ഈ ദുആയെ കുറിച്ച് അശ്രദ്ധരാണ്. ഈ ആയത്ത് എന്താ ചെയ്യാ? മാത്രമല്ല അല്ലാഹുവാണ് സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ. അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുൽ തൗഹീദ് പഠിപ്പിച്ചവർ ആരാ? ഈ നാട്ടിൽ നമ്മളല്ലേ. അസ്മാഉ സിഫാത്തുൽ തൗഹീദ് ഉണ്ട്, സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികത കൽപ്പിച്ചപ്പോൾ, ജിന്നിനും മലക്കിനും അഭൗതികത കൽപ്പിച്ചപ്പോൾ അത് അവസാനം എത്തിപ്പെട്ടത് അവർ ദുആ കേൾക്കുമെന്ന് പച്ചയായി പറയുന്നിടത്തേക്കാണ്. അത് പ്രസംഗിക്കുക മാത്രമല്ല, അത് നോട്ടീസായി ഇറങ്ങുകയും ചെയ്തു. ഹനീഫ് കായക്കൊടി പ്രസംഗിക്കുന്ന സ്ഥലത്ത് അതിന്റെ അറിയിച്ചുകൊണ്ടുള്ള ചെറിയ ലഘുലേഖ ഇറക്കി. KNM തിരുവങ്ങാടി മണ്ഡലം കമ്മിറ്റി. ഇതില് നമ്മളെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ അതിൽ പറയാണ്. ഒരുപാട് പുതിയ പുതിയ വാദങ്ങള് നമ്മൾ വാദിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാ. എല്ലാം പരാജയപ്പെട്ടപ്പോൾ പുതിയ വാദം അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാ വാദങ്ങളും പരാജയപ്പെട്ടപ്പോൾ പുതിയ വാദം അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല. കണ്ടോ, നമ്മുടെ പുതിയ വാദമായിട്ട് പറയാം. നമ്മൾ കൊണ്ടുവന്ന പുതിയ വാദമാണെന്ത്? അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല എന്ന് ഒരു പുത്തൻ വാദം പറഞ്ഞു എന്നാണ് ഇപ്പോൾ എഴുതിവിട്ടത്. ഇത് നോട്ടീസായി നാട് നീളെ പ്രചരിപ്പിച്ചു. അവരാൾക്ക് തന്നെ ആകെ ആശയക്കുഴപ്പായി. ഇതെങ്ങനെ മനുഷ്യന്മാരി പറഞ്ഞൊപ്പിക്കാം? അപ്പൊ ചെതറി പറഞ്ഞു നമുക്ക് കാര്യം ചെയ്യാം. അത് പ്രാർത്ഥനയുടെ പുറത്തേക്കുള്ള വാചകം കേൾക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് കൽബ് എന്നുള്ള ദുആ കേൾക്കുന്നല്ല എന്ന് പറഞ്ഞൊപ്പിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ ചോദ്യം ബാക്കി, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഫൈസൽ മുസ്ലിയാരെ ക്ലിപ്പിട്ട് പരിഹസിച്ചത്? ക്ലിപ്പിൽ എന്താ ഉള്ളത്? മാതാപിതാക്കളുടെ മുന്നിൽ പോയിട്ട് അമ്മയെ രക്ഷിക്കണേ എന്ന് ഭക്തൻ തേടിയാൽ അവന്റെ ബാഹ്യമായ തേട്ടമാണ് അമ്മ കേൾക്കുന്നത്. ആ തേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാ അമ്മ പ്രതികരിക്കുന്നത്. ഇവൻ എന്റെ ഭക്തനാണ് അമ്മ മനസ്സിലാക്കുകയും അവൻ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇവന്റെ ഉള്ളിൽ അമ്മയോട് സ്നേഹമുണ്ടോ, അമ്മയെ വെറുപ്പാണോ, അമ്മയെ കുറിച്ച് ധാരണ എന്താ, വഞ്ചിക്കാമെന്നതാണോ, അമ്മയെ പറ്റിക്കാമെന്നതാണോ എന്നൊന്നും അമ്മക്കറിയാൻ കഴിയില്ല. കൽബറിയാൻ റബ്ബിനെ കഴിയൂ. ദുആ കൽബിൽ നിന്നാണ്. ഈ നിർവഹിച്ചത് പ്രാർത്ഥനയാണ്. അതിന്റെ ബാഹ്യമായ രീതിയെ അവർ കേട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് അവർ കഴിയില്ല എന്ന് വിശദമായി വിശദീകരിച്ച ക്ലിപ്പ് 5 മണിക്കൂർ നീണ്ടു നിന്ന മുഖാമുഖമായിരുന്നു സൂപ്പർ ബസാറിലെ മുഖാമുഖം. അവിടെ ഒരു സുല്ലമിയാണ് ചോദ്യം ചോദിക്കാൻ വന്നത്. 2 മണിക്കൂറോളം ആ സുല്ലമിയാണ് മൈക്കെടുത്ത് ചോദിച്ചത്. അയാളുമായുള്ള ചോദ്യോത്തര വേളയിലാണ് അത് പറഞ്ഞത്.
ആ ക്ലിപ്പിട്ട് എന്തിനു പരിഹസിച്ചു? ബാഹ്യമായ പദമേ കേൾക്കൂ എന്നാണ് വിശ്വാസമെങ്കിൽ ഇപ്പൊ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാം. തപ്പി നോക്കുക, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എവിടെങ്കിലും വല്ലതുണ്ടോ? ഹംസ മദീനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണവുമായി വന്നു നോക്കി. പക്ഷെ ഒരിക്കലും മനസ്സിലായി അത് വിജയിക്കൂല. അവയാനൊരു അബദ്ധം പറ്റിയാല് പെട്ടെന്ന് തിരുത്തി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് ശരീരേക്ക് മടങ്ങാന്നല്ലാതെ ആ തെറ്റ് വേറെ വയ്ക്കാൻ പറ്റിയേക്കണോ, അപ്പുറത്തരം ചെയ്തേക്കണോ, ഇപ്പുറത്തരം ചെയ്തേക്കണോ എന്ന് നോക്കിയിട്ട് തെറ്റിനെ ന്യായീകരിക്കുകയാണോ നമ്മുടെ ശൈലി? ഈ രൂപത്തിൽ പച്ചയായി നോട്ടീസ് ഇറക്കി നാട് നീളെ വിതരണം ചെയ്ത് അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല എന്നത് പുത്തൻ വാദമാണ് എന്നവരെ പ്രചരിപ്പിച്ചു. ഇപ്പൊ എന്താ വ്യത്യാസം? ഖുറാഫികൾ പറഞ്ഞു മഹാന്മാര് ദുആ കേൾക്കും, ഇവര് പറഞ്ഞു ജിന്നും മലക്കും ദുആ കേൾക്കും. രണ്ടും മിക്സ് ചെയ്താൽ സംഗതി പ്രശ്നം തീരും. ഏതായാലും റബ്ബല്ലാത്തവൻ കേൾക്കുന്ന കാര്യത്തിൽ രണ്ടുട്ടർക്കും നടക്കില്ലല്ലോ. എങ്കിൽ ഖുബൂരികൾ പറയുന്നു ജിന്നും മലക്കും അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം ദുആ കേൾക്കുന്നവരാണ്, അബൗദിയ കഴിവ് അവർക്കെല്ലാം ഉണ്ട്. ഇവര് പറഞ്ഞു മഹാന്മാർക്ക് പറയാൻ ആയിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ, ഇപ്പൊ ജിന്നും മലക്കും പറയാം. അത് ജിന്നും മലക്കും അബൗദികായി. ഇനി കുറച്ച് കഴിയുമ്പോൾ ബാക്കി പറയേണ്ടി വരും. കാരണം അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അബൗദിയ കഴിവുണ്ടെന്ന് ഒരാൾക്കുണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ തൗഹീദ് കൊടുത്തില്ലേ? ലോകത്ത് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ജിന്നിന് ഏതെങ്കിലും ഒരു ഇൻസിനെ സഹായിക്കാൻ എവിടെങ്കിലും കഴിഞ്ഞാൽ തന്നെ തൗഹീദ് പൊളിഞ്ഞില്ലേ പല വാദപ്രകാരം? കാരണം എന്താ? അഭൗതികത വകവെച്ചില്ലേ, ശിർക്ക് വന്നില്ലേ? യഥാർത്ഥത്തിൽ അത്ര വലിയ അപകടത്തിലാണ് ചെന്നെത്തിപ്പെട്ടത്. ഇവർ പ്രാർത്ഥന കേൾക്കുന്നു പറഞ്ഞു, മറ്റോ പ്രാർത്ഥിക്കാന്നും പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മംഗലാപുരം സംവാദത്തിന് ദാരിമിയും ഫൈസിയും ഇർഫാനിയും അടക്കമുള്ള സമസ്തയുടെ ഔദ്യോഗിക മുസ്ലിയാക്കന്മാർ ഇരിക്കുന്ന വേദിയിൽ അവരോട് നമ്മൾ ചോദിച്ചു, അവരുടെ വാദം എന്തായിരുന്നു? ഏത് മഹാന്മാരോട് തേടിയാലും അവര് മഹാന്മാരാണെന്ന വിശ്വാസമാണെങ്കിൽ, ഖാലിഖല്ല സൃഷ്ടാവല്ല എന്ന വിശ്വാസമാണെങ്കിൽ ആ തേട്ടം ശിർക്കല്ല. അവര് ഖാലിഖല്ല സൃഷ്ടാവല്ല എന്നാണ് വിശ്വാസം എങ്കിൽ തേട്ടം ശിർക്കല്ല. അപ്പോഴാ മുജാഹിദീങ്ങൾ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ച ഒരാള് മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? അതിന്റെ വിധി എന്താണ് എന്ന് മംഗലാപുരം സംവാദത്തിന് കഴിഞ്ഞ ആഗസ്റ്റ് 20-ാം തീയതി മുജാഹിദുകൾ ചോദിച്ചപ്പോൾ എന്താ മുസ്ലിയാക്കന്മാരെ മറുപടി? അതുകൂടെ കേൾക്കണം ഈ നാട്ടുകാർ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയവുമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. ഖൗമ് മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചത് എന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹ്യിദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കറിയ സ്വലാഹി ആവശ്യം വന്നില്ല, ആവർത്തിച്ചു പ്രഖ്യാപിച്ചു മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല സൃഷ്ടാവല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഫാത്തിഹ സൂറയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞ എവിടെത്തി? ഈ നാട്ടിലെ സമസ്തക്കാരെ, ഈ നാട്ടിലെ സുന്നി സഹോദരന്മാരെ, സുന്നി ആശയമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന എന്റെ നാട്ടുകാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുമോ? നമ്മുടെ ചോദ്യം എന്താ? ഫാത്തിഹ സൂറയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അങ്ങനെ തന്നെ ചോദിച്ചത്. അയാളെ മറുപടിയും അങ്ങനെ തന്നെയാണ്.
മറുപടിയും അങ്ങനെ തന്നെയാ. ഫാത്തിഹ സൂറയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പോൾ എന്ത് വന്നു? മുഹീദ്ദീൻ ശൈഖ് ആകുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നേരായ വഴിയിലേക്ക് ചേർക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം താങ്കൾ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ചേർക്കണേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം താങ്കളുടെ കോപം കിട്ടിയ ജൂതന്റെയും ക്രിസ്ത്യന്റെയും വഴിയിലേക്കല്ല, ആ നേരായ വഴിയിലേക്ക് ചേർക്കണേ. ആമീൻ താങ്കൾ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞാലും ശിർക്കല്ല. ഇനിയും കാണണോ ഇവരെ കാലിമാരായി, ഇനിയും കൊണ്ടുനടക്കണോ ഇവരെ സ്ഥാനമാരായി, ഇനിയും കൊണ്ടുനടക്കണോ ഇവരെ മുദരിസുമാരായി, ഇവരൊക്കെ ദീനിന്റെ വാഹകരായിട്ട് ആലിമീങ്ങളായി പണ്ഡിതന്മാരായിട്ട് ഇവരെ പിന്നാലെ കൂടണോ വേണ്ടേ? നാട്ടുകാർ തീരുമാനിക്കുക. ഒന്നും വിട്ടുപിടിക്കുക. ആ ഭാഗം എന്റെ നാട്ടുകാർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഉസ്താദന്മാരായി കൊണ്ടുനടക്കുന്ന സ്വന്തം മക്കളെക്കാളേറെ സ്വന്തം വീട്ടിലേക്ക് പോയേണ്ട കാര്യങ്ങൾ കൂടി അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരെ ഈ ഉസ്താദുമാരെ പിന്നിൽ നിന്നാൽ രക്ഷപ്പെടാനാകുമോ? ആലോചിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ ആ ഭാഗം. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? യാതൊരു സംശയവുമില്ല, അത് ശിർക്കല്ല, യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് അതിന്റെ വിധി. നഊദു ബില്ലാഹ്. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ശബ്ദം കേട്ട സുന്നി സഹോദരന്മാർ ആത്മാർത്ഥമായി ചിന്തിക്കണം, റബ്ബേ എന്തായി കേൾക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാലും ശിർക്കല്ല. എന്തുണ്ടായാ മതി? ശൈഖ് സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ചാ മതി. അപ്പോഴാ നമ്മളന്ന് ചോദിച്ചത്, എങ്കിൽ പിന്നെ അബൂജഹൽ എങ്ങനെ മുസ്ലിക്കായി? അബൂജഹൽ എങ്ങനെ മുസ്ലിക്കായി? കാരണം എന്തേ? ലാത്തയോടും ഉസ്സയോടും തേടി അബൂജഹൽ വിശ്വസിച്ചുവോ? ലാത്ത ഖാലിഖാണെന്ന്, ലാത്ത റാസിഖാണെന്ന്, ലാത്തയാണ് ആകാശം പഠിച്ചതെന്ന്, ലാത്തയാണ് ഭൂമി പഠിച്ചത് എന്ന് അബൂജഹൽ വിശ്വസിച്ചുവോ? ആരെങ്കിലും വിശ്വസിക്കുമോ? അമ്മയോട് തേടുന്ന അമ്മയുടെ ഭക്തൻ വിശ്വസിക്കുമോ ആകാശം ഭൂമിയുടെ ഖാലിഖ് അമ്മയാണെന്ന്? സായിബാബയോട് തേടിയ സായി ഭക്തൻ വിശ്വസിക്കുമോ സായിബാബയാണ് ആകാശം ഭൂമി സൃഷ്ടിച്ചത് എന്ന്? എന്നിട്ട് മുസ്ലിയാക്കന്മാരെ പറയാ ഖാലിഖാണ് വിശ്വാസല്ലേ, സൃഷ്ടാവാണ് വിശ്വാസല്ലേ, എങ്കിലും ശിർക്കാവില്ല. വളരെ അപകടത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ചെന്നപ്പെട്ടത്. അതുകൊണ്ട് നാം കാര്യങ്ങൾ തിരിച്ചറിയണം. തൗഹീദിന്റെ വഴിയിൽ നിന്ന് മെല്ലെ 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 പിറകോട്ട് പോവുകയാണ്. ഇവരും ഈ പോക്ക് പോയത് ഒരു സുപ്രഭാതത്തിൽ ഒറ്റ പോക്ക് പോയതല്ല, ഘട്ടം ഘട്ടമായി പോയതാണെങ്കിൽ അതിന്റെ ആദ്യ ഘട്ടങ്ങളാണ് മറുവശത്ത് ഈ ജിന്നുവാദികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ജിന്ന് അഭൗതികമാണ്, പണ്ട് പറഞ്ഞു ഭൗതികമാണ്, അഭൗതികമെന്ന് ബുദ്ധിയുള്ളവനും പറയില്ല, വകതിരിവുള്ളവനും പറയില്ല എന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞവർ അല്ല, 1.5 കൊല്ലം മുമ്പ് പറഞ്ഞവർ, 2012 മാർച്ച് ഏപ്രിൽ വരെ പറഞ്ഞവർ പിന്നെ മാറ്റി പറയുന്നു ജിന്ന് അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ജിന്നിന്റെ സഹായം അഭൗതികമാണ് എന്നൊക്കെ പറഞ്ഞു പോയി അവസാനം ജിന്ന് ദുആ കേൾക്കും, മലക്ക് ദുആ കേൾക്കും എന്ന് പറയുന്നിടത്തേക്ക് അവസാനം എത്തിപ്പെടുന്നു. അത് വല്ലാത്ത അപകടമാണ്, തിരിച്ചറിയണേ എന്നാ സൂചിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഒരു ജിന്നിനോടും വിളിയില്ല, ഒരു മലക്കിനോടും വിളിയില്ല, ഒരു ഘട്ടത്തിലുമില്ല, ജനപ്രദേശത്തുമില്ല, വിജനപ്രദേശത്തുമില്ല, യാഴിപാതയുമില്ല. നമുക്കുള്ള വിളി യാ അല്ലാഹ് എന്ന് മാത്രം, അല്ലാത്തൊരു വിളി പാടേ ഇല്ല. സംശയം വേണ്ട, ഒരു സംശയം വേണ്ട, ഒരു ഘട്ടത്തിലും ഒരു വിളിയും പാടില്ല. എല്ലാം കുറ്റകരമാണ്, എല്ലാം തെറ്റാണ്. എന്നാൽ ഇസ്തിഗാസയാണോ, ദുആയാണോ, പ്രാർത്ഥനയാണോ എങ്കിലും ശിർക്ക് തന്നെയാണ്, സംശയവുമില്ല. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളിൽ നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല. എന്തിനേറെ 2-3 കൊല്ലം മുമ്പ് ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന മനുഷ്യന്മാരൊക്കെ തിരിച്ചു പറഞ്ഞവരല്ലേ. ഇത് ആദ്യേ പറഞ്ഞ ഒരാളെ അവിടെ ബാക്കിയുള്ളൂ, അത് നാസർ സുല്ലമിയ. അയാൾ മടവൂരിയായ കാലത്ത് പ്രസംഗിച്ചിരുന്നു, അയാൾ ഇപ്പോഴും അതെന്നെ പ്രസംഗിക്കുന്നുണ്ട്. അയാൾക്കതൊരു മാറ്റം വന്നിട്ടില്ല. അയാൾ പണ്ട് പറഞ്ഞത് ഇപ്പോഴും പറയും. അയാൾ പണ്ടേ പറഞ്ഞ എന്താ? ജിന്ന് മലക്ക് അഭൗതികമാണ്. അന്ന് നമ്മൾ അയാളെ മടവൂരിയായി കൂട്ടി. അയാൾ ഇപ്പോഴും പറഞ്ഞ എന്താ? ജിന്ന് അഭൗതികമാണ്. അപ്പൊ നമുക്ക് തോന്നി അയാൾ ദീൻ പഠിപ്പിക്കാൻ ഇറങ്ങി വന്ന ഏതോ കാര്യപ്പെട്ട ആര്യമാണ്. അവിടെ വ്യത്യാസം വന്നത്.
എല്ലാ സ്ഥലത്തും ദീൻ പഠിപ്പിക്കാൻ മൂപ്പരാ. ഞങ്ങളുടെ നാട്ടില് നാസസുല്ലമിയുടെ ആദർശവിശദീകരണ യോഗം നടന്നപ്പോൾ ശ്രോതാവായിട്ട് സദസ്യത ഒരു വാതിലിന്റെ മൂലയിൽ അബ്ദുറഹ്മാൻ സലഫി, ഒരു കൊല്ലം മുമ്പ് തുടക്കത്തിലാട്ടോ. അപ്പൊ അന്ന് സലഫിക്കും ഇനി എന്താ പറയേണ്ടത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാൾ കേട്ട് പഠിക്കാമെന്ന നാസസുല്ലമി ക്ലാസ് എടുക്കുക, അബ്ദുറഹ്മാൻ സലഫി വാതിലിന്റെ മൂലയിൽ ഇരുന്ന് എല്ലാം കേട്ട് അവസാനം അയാൾ എല്ലാവരെയും പോലെ ഇറങ്ങിപ്പോയി. അവിടുന്ന് പഠിച്ചെടുക്കുക എന്താ പറയേണ്ടത്. അപ്പോഴാ ഈ അപകടമെല്ലാം ഉണ്ടായത്. ഈ ഹനീഫ് കായക്കൂടെയും ഈ അനസ് മൊലിയുമല്ലേ ഇതിനു മുമ്പ് മടവൂരികൾക്കെതിരെ മറുപടി പറഞ്ഞപ്പോൾ അവരെല്ലാം നാടുനീളെ പ്രസംഗിച്ചു പറഞ്ഞത് ആരാ പറഞ്ഞു തേടാമെന്ന്, എവിടെയാ പറഞ്ഞു തേടാമെന്ന് എന്ന് അവരെല്ലാം ചോദിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നന്ദി ദാറുസ്സലാം അറബി കോളേജിന് സമീപത്ത് പോയി അമ്പലക്കടവ് ഫൈസിക്ക് ഹനീഫ് കായക്കൂടി മറുപടി പറഞ്ഞു. അന്ന് അമ്പലക്കടവ് പറഞ്ഞിരുന്നു, ജിന്നുകളെ വിളിക്കാൻ തുടങ്ങിയ മുജാഹിദുകൾ, മലക്കിനെ വിളിക്കാൻ തുടങ്ങിയ മുജാഹിദുകൾ ഇനി കുറച്ചു കഴിഞ്ഞാൽ മഹാന്മാരെയും വിളിക്കും അവർ എന്ന് പ്രസംഗിച്ചപ്പോൾ അന്ന് ഹനീഫ് കായക്കൂടി വെല്ലുവിളിച്ചു, മുജാഹിദിൽപ്പെട്ട ആരെങ്കിലും ജിന്നുകളോട് തേടാമെന്ന് എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തത് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നന്ദിയിലെ സലഫി പള്ളി പൂട്ടിയിട്ട് അതിന്റെ ചാവി ഈ നന്ദി ദാറുസ്സലാം അറബി കോളേജ് എന്ന സമസ്തയുടെ കോളേജിലേക്ക് ആ ചാവി കൊണ്ടുപോയി കൊടുക്കുമെന്ന് കായക്കുടിയാ പ്രസംഗിച്ചത്. കേട്ടോ നിങ്ങൾ, കായക്കുടി അന്നാ പ്രഖ്യാപിച്ചത്. ആ കായക്കുടിയ ഇപ്പൊ മാറ്റിയിട്ട് അത് തേടണമെന്ന് പറഞ്ഞു, തേടാന്ന് പറഞ്ഞു. തെളിവെന്താ? പഴയ അൽ ഇസ്ലാഹ് അത് അന്നില്ലേ ഉണ്ട്, എന്നിട്ടും എന്താ അങ്ങനെ പറഞ്ഞു? പറയട്ടെ, കായക്കുടി നന്ദിയെ പോയി പ്രസംഗിച്ചതാ. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട്. അതെ, കണ്ടോ, അന്ന് പച്ചയായി പ്രസംഗിച്ചു. അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നന്ദി പള്ളിയുടെ പള്ളി പൂട്ടി താക്കോല് ഞങ്ങള് സുന്നി കോളേജ് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ഇതെന്നാ 2 കൊല്ലം മുമ്പ്. അന്ന് 2007 ഇസ്ലാഹ് ഇറങ്ങിയിട്ടില്ലേ? അന്ന് ജബ്ബാർമയുടെ ലേഖനം വന്നിട്ടില്ലേ? ആ ലേഖനം പൊക്കിപ്പിടിച്ചിട്ടല്ലേ അവിടെ ഹമീദ് ഫൈസി പ്രസംഗിച്ചത്? അതിന് മറുപടിയായിട്ടല്ലേ കായക്കുടി ഇത് പറഞ്ഞത്? അതേ കായക്കുടി ഇപ്പൊ പറയുന്നു, അതേ ഇസ്ലാഹ് പൊക്കിപ്പിടിച്ചിട്ട് തേടാമെന്ന് വാദമുണ്ട്. എവിടെത്തി? അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട് എന്ന് സ്വാഭാവികമായും ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2012 വരെ എന്താണോ പറഞ്ഞത് അതിൽ നിന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു മാറ്റം. അവസാനിപ്പിക്കുകയാണ് ഈ ആമുഖ ഭാഷ. 2012 വരെ എന്താണോ പറഞ്ഞത് അതിൽ നിന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു മാറ്റം. എന്നിട്ട് ആ മാറ്റത്തിന് തയ്യാറാകാത്തവനൊക്കെ ജിന്നൂരി മാറിയിട്ട് അനസ് മൗലവിയാണ് ഇടവണ്ണ പോയി പ്രഖ്യാപിച്ചത്, അതൂബു ഇലല്ലാഹ്, ഞാനിതാ റബ്ബിലേക്ക് തൗബ ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. നമുക്കാർക്കും ഇത് പറയേണ്ടി വന്നില്ല. ഈ വിഷയം നമുക്കാർക്കും ഈ വിഷയത്തിൽ പറയേണ്ടി വന്നില്ല. ഈ വിഷയത്തിൽ നമുക്ക് എവിടെയും അതൂബു ഇലല്ലാ പറയേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് ഞങ്ങളൊക്കെ കയറി വന്ന 1ാമത്തെ ദിവസം മുതൽ എന്താണോ പ്രസംഗിച്ചത് അത് അതേ രൂപത്തിൽ അതിനേക്കാൾ ശക്തമായി ഇന്നും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഈ കായക്കുടി മനസ്മൊരിയും ഒക്കെ മുഖാമുഖ വേദിയിലും സംവാദ വേദിയിലും എല്ലാം ആയിരുന്നിട്ടും എന്തേ ഇന്ന് ജനങ്ങളിലേക്ക് പരസ്യമായി വേദി കൊടുത്ത് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ലല്ലോ? ഒന്നുമല്ലാത്ത ഞങ്ങളൊക്കെ ധൈര്യസമേതം ഇറങ്ങി ചോദിച്ചോളൂ പറയാമെന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കാൻ തയ്യാറായെങ്കിൽ
പ്രത്യേകിച്ച് പുതിയ ഇൽമൊന്നും കിട്ടിയതുകൊണ്ടല്ല, ഒരു വഹയൊന്നും വന്നിട്ടല്ല, ഒരു പുതിയ വെളിപാടുണ്ടായിട്ടല്ല. പിന്നെന്തേ ഇത്രയും കാലം പറഞ്ഞെടുത്ത് ഇപ്പോഴുമുണ്ട് എന്ന ആ ഒരൊറ്റ ആത്മവിശ്വാസം, അത് പറയേണ്ടവർ മാറി നിന്നെങ്കിൽ നമുക്കവിടെ ബാധ്യത കൂടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട ഞങ്ങളൊക്കെ ഇതിനിറങ്ങി തിരിച്ചത്. എന്നാ അവർക്ക് കഴിയുമോ ഇതേപോലെ നടത്തി നോക്കിയല്ലോ? 1-2 സ്ഥലങ്ങളിൽ എന്തേണ്ടായത്? ഇടവണ്ണ ജാമ്യയിൽ കുട്ടികളിറക്കി, അവര് ചോദിച്ചു, മറുപടിയും കൊടുത്ത് 10, 10, 11 മണിയുടെ പ്രസംഗം കൊണ്ടുപോയി. അവസാനം ഒരു ചോദ്യം ഉപചോദ്യം കൊടുത്തിട്ട് അല്ലാത്തവൻ ചോദിച്ചപ്പോഴേക്ക് സമയം കഴിഞ്ഞു എന്നത് അവസാനിപ്പിച്ച് നമ്മൾ കണ്ടത്. അതല്ലേ പൊളിക്കലുണ്ടായത്? എന്നിട്ട് തന്നെ ചോദ്യം ചോദിച്ചപ്പോ ആ മറുപടിയാണ് ജിന്നും മൽക്കുന്നു കേൾക്കുന്നു പറഞ്ഞത്. അല്ലാതെ നമ്മുടെ മുഖാമുഖം അൽഹംദുലില്ലാഹ് 100 കടന്നു. 100-നപ്പുറത്തേക്ക് ഈ 5-8 മാസങ്ങൾ കൊണ്ട് മുഖാമുഖങ്ങൾ നടന്നു, സംവാദങ്ങൾ 4 നടന്നു, കുബൂരികളുമായി നടന്നു, മടവൂരിയുമായി നടന്നു, ഇവരുമായി നടന്നു. 4 സംവാദം ഈ സമയങ്ങളിൽ നടന്നു. എന്തുകൊണ്ട്? വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം ഏത് ഹക്കാണോ പറഞ്ഞത് ആ ഹക്കിൽ തന്നെ അന്ന് ഹക്ക് പറയാൻ വൈജ്ഞാനികമായി നേതൃത്വം നൽകിയവരാരോ അവരിൽ മഹാഭൂരിപക്ഷം നമ്മോടൊപ്പം ഇപ്പോഴും നേതൃത്വം നൽകാറുണ്ട്. മണ്ണാർക്കാട് സംവാദത്തിൽ അന്ന് ഏറ്റവും നല്ല വൈജ്ഞാനികമായി നേതൃത്വം നൽകിയ ആളായിരുന്നു ബഹുമാനായ ജബ്ബാർ മൗലവി. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനത്തെ ഈ മംഗലാപുരം സംവാദത്തിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായി. അത് ഉപദേശം നൽകാൻ ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായില്ല. ജബ്ബാർ മൗലവിയുമായി പോകാൻ ഒരാശങ്കയില്ല. ധൈര്യമായി ചെന്നു. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞവരോട് ജിന്ന് വിഷയം വേണോ, വ്യവസ്ഥ ചെയ്തു, ഞങ്ങൾ തയ്യാറാണ്. ഖുറാഫികളെ മിണ്ടില്ല, നമുക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇത്രയും കാലം എന്തു പറഞ്ഞു അവിടെ അങ്ങനെ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വൈജ്ഞാനികമായി ഓരോ